തെറ്റിയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? തെറ്റിയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കൺഫ്യൂഷനുള്ള ഏതെങ്കിലും ഏരിയ ഉണ്ടോ? ബേസ് ആയിട്ടുള്ള പ്രോബ്ലം മാത്രം ഇട്ടത്. ഏതെങ്കിലും ഏരിയയിൽ ക്ലാരിറ്റി വരുത്തേണ്ട ആവശ്യം ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഇന്നതാണ് ഇന്ന സാധനം, എന്തുകൊണ്ടും ഇങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ക്ലാരിറ്റി ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ ആണോ? ഹലോ, ചോദിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. എവിടെയാണ് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ മുന്നോട്ടേക്ക് പോവാം. വേറെ പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ഞാൻ ഇപ്പൊ ചെയ്ത് സമയം കളയുന്നില്ല. 2 പ്രോബ്ലം കൂടി ഉണ്ട്. അത് ഞാൻ ആപ്പിനകത്ത് അസൈൻമെന്റ് ആയിട്ട് തരാം. അത് അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ? മുന്നോട്ട് പോയിക്കൂടെ? ബാക്കി നിങ്ങൾ ലൈവിന് നമ്മുടെ ആപ്പിനകത്ത് ചെയ്യാം. ഡൗട്ടുകൾ ഗ്രൂപ്പിനകത്ത് ചോദിക്കാം. അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, ഇപ്പൊ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ചു. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസ് എടുത്തു. അത് ഒറിജിനൽ പ്രോഫിറ്റ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയ പ്രോഫിറ്റ് നമുക്ക് യൂസ് അല്ല. ആ കിട്ടിയ സംഭവം വെച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോയി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒറിജിനൽ പ്രോഫിറ്റ് ആണ്. ആ കിട്ടിയ എമൗണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടി എടുക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടി. നമ്മുടെ ബിസിനസ്സിനകത്ത് നടന്നിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ റെക്കോർഡ് ചെയ്തു, തരംതിരിച്ചു വെച്ചു, ഒറ്റ പേജിനകത്തേക്കാക്കി മാറ്റി വെച്ചു. അതിനെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്തു, ഇന്റർപ്രിറ്റ് ചെയ്തു. നമ്മളൊരു ഇന്റർപ്രിട്ടേഷനിലെത്തി. എന്താണ്? നമ്മുടെ സ്ഥാപനം പ്രോഫിറ്റിലാണ്, അല്ലെങ്കിൽ ഇത്ര രൂപ ലാഭം നമുക്കുണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപ നഷ്ടം നമുക്കുണ്ട്. ഇനി ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ അസറ്റുകളും ബാധ്യതകളും എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ഒരു സിംഗിൾ പേജ് റിപ്പോർട്ട് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്, ബാങ്കിന്, ആർക്കാണോ ഇതിന്റെ റിലേറ്റഡ് പാർട്ടി ആരൊക്കെയാണോ ഉള്ളത് അവർക്ക് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ബാലൻസ് ഷീറ്റ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനെ കുറിച്ച് പറയുമ്പോൾ, ഫൈനൽ അക്കൗണ്ട്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2 അക്കൗണ്ട്സുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇൻകം കാണുന്ന സ്റ്റേറ്റ്മെന്റ്. ഇൻകം എവിടുന്ന കാണാം? ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പൊസിഷൻ സ്റ്റേറ്റ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ബാലൻസ് ഷീറ്റിന്റെ നോട്ട്സ് ഞാൻ എന്തായാലും കുറച്ച് ആപ്പിനകത്ത് തരും. പക്ഷെ എന്താണ് ബാലൻസ് ഷീറ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ലെക്ചർ നോട്ട് എഴുതി പോയാൽ മതി. ബാലൻസ് ഷീറ്റ്, എന്താ ബാലൻസ് ഷീറ്റ് എല്ലാവരും കേട്ടില്ല? എന്താ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്? ഹലോ, എന്താ ബാലൻസ് ഷീറ്റ് പറയുന്നത്? കമ്പനിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ അറിയാൻ വേണ്ടി നോക്കുന്നത്. പറ്റൂലോ. എന്താ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയുന്ന പോലെ പറഞ്ഞോളൂ. 1 minute. കമ്പനിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള എന്ത്? കമ്പനിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയാൻ ഇപ്പോഴത്തെ വേണ്ടിയിട്ടുള്ള അല്ലേ? കമ്പനിക്ക് എത്ര ലാബിലിറ്റി ഉണ്ട്, കമ്പനിക്ക് എത്ര അസറ്റ് ഉണ്ട് അല്ലേ, എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയ ഒരൊറ്റ പേജിനകത്തുള്ള 1 സൈഡ് റിപ്പോർട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ 2 ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗം ലാബിലിറ്റിയും മറ്റു ഭാഗം അസറ്റും. ഇതാണ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ടാലി ആയി പോകേണ്ടത്. ടാലി ആയി പോകണം. ഇവിടെ ടാലി ആയിട്ട് പോയിട്ടില്ലെങ്കിൽ ഉറപ്പിക്കാം നമ്മൾ ചെയ്ത വർക്കിലൊക്കെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ടാലി ആവാൻ ചെറിയൊരു എമൗണ്ടിന്റെ വ്യത്യാസം ഉണ്ടാവത്തുള്ളൂ. അതൊരു പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലോസ് ആയിരിക്കും. അപ്പൊ പ്രോഫിറ്റ് ആണെങ്കിൽ ലാബിലിറ്റി ഭാഗത്ത് എഴുതാം, ലോസ് ആണെങ്കിൽ അസറ്റിന്റെ ഭാഗത്ത് എഴുതാം. ഇത് 2 ഭാഗം അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്താവും? ക്ലിയർ ആയിട്ട് മാറും. അപ്പൊ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൂളാണ് ബാലൻസ് ഷീറ്റ് എന്നുള്ളത്. ബാലൻസ് ഷീറ്റിനകത്ത് 2 ഭാഗങ്ങളുള്ളത്. ഒന്ന് ലാബിലിറ്റി സൈഡും മറ്റൊന്ന്
അസറ്റ് സൈഡും. ഈ രണ്ട് ഭാഗങ്ങളും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആയാലേ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാലി ആവണം എന്ന് പറയാം. ടാലി ആയാലേ നമ്മുടെ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനിയുടെ അവസ്ഥ എന്താണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ചെറിയൊരു എമൗണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് വ്യത്യാസം ഉണ്ടാവും, അത് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ അത് ലാബിലിറ്റി സൈഡാണ് വരിക. അതിന് കാരണം എന്താ, കമ്പനി എന്തെങ്കിലും തരത്തിലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് മുഴുവൻ കമ്പനി തിരിച്ചു കൊടുക്കേണ്ടതാണ്. ആർക്ക്? ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതൊരു ലാബിലിറ്റി ആയിട്ടാണ് അതിനെ കണക്കാക്കുക. അതുകൊണ്ട് ലാബിലിറ്റി സൈഡിലാണ് ആ സംഭവങ്ങൾ വരിക. ഇനി ഈ ഒരു ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റും കൂടി എന്ത് ചെയ്യാം, ഒന്ന് വരച്ചു വെച്ചോളൂ. ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റും കൂടി ഒന്ന് വരച്ചു വെക്കാം. ഓക്കെ, സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ലാബിലിറ്റി, എമൗണ്ട്, അസറ്റ്, എമൗണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഫോർമാറ്റ് ഉണ്ടാവുക. ഓക്കെ, ഇതേപോലെ ഒന്ന് വരച്ചു വെക്കാം. ഇതിൽ കുറച്ച് ഐറ്റംസുകൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. പ്രീപെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്നുള്ള രീതിയിൽ പഠിച്ചു പോകട്ടോ. ഓക്കെ, നമുക്ക് ലാബിലിറ്റി സൈഡിൽ ഓരോന്ന് എഴുതി പോവാം. ഒന്ന് ക്യാപിറ്റൽ. ക്യാപിറ്റൽ അതേപോലെ ക്യാപിറ്റലിന് എന്തെങ്കിലും ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അപ്പൊ ലെസ് ഡ്രോയിങ്സ് ഒന്ന് എഴുതിക്കോളൂ. പിന്നെ ലോങ് ടേം ലാബിലിറ്റി ആണ് എഴുതുക. ലോങ് ടേം ലാബിലിറ്റി. ലോങ് ടേം ലാബിലിറ്റി നമുക്കറിയാം എന്തൊക്കെയാ ലോങ് ടേം ലാബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാലോ. ഒരു വർഷത്തിൽ കൂടുതൽ ബാങ്കിൽ നിന്ന് എടുത്താലോ വ്യക്തികളിൽ നിന്ന് എടുത്താലോ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരിക. പിന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ ബോണ്ടുകളൊക്കെ ഈ ഒരു സ്ഥലത്താണ് വരിക. അപ്പം കറണ്ട് ലാബിലിറ്റി 1, 2 എന്നുള്ള രീതിയിൽ ഓരോന്ന് എഴുതി പോവാം. അതിനുശേഷം കറണ്ട് ലാബിലിറ്റി എഴുതാം. കറണ്ട് ലാബിലിറ്റി ഇതേപോലെ 1, 2, 3 എന്നുള്ളത് ഈ രീതിയിൽ എന്ത് ചെയ്യാം, എഴുതി പോവാം. അപ്പൊ കറണ്ട് ലാബിലിറ്റിയിൽ വേണം കുറച്ച് ഐറ്റംസ് പറഞ്ഞുതരാം, ഒന്ന് എഴുതി വെച്ചോളൂ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കറണ്ട് ലാബിലിറ്റി ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഉള്ള ക്യാഷിനേക്കാൾ കൂടുതൽ വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, 10,000 രൂപയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ 15,000 രൂപ നമുക്ക് വിഡ്രോ ചെയ്യാൻ തരുന്ന ബാങ്ക് തരുന്ന ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കൊടുക്കത്തൊന്നുമില്ല. അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ, അവർക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ അവർ കൊടുക്കുന്ന സംഭവമാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും. ഓവർ ഡ്രാഫ്റ്റ്, ഓവർ ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി. അപ്പൊ 10,000 രൂപയാണ് അക്കൗണ്ടിലുള്ളൂ, 15,000 രൂപ വലിച്ചു കഴിഞ്ഞാൽ ആ 5,000 രൂപ ഓവറായിട്ട് എടുത്ത എമൗണ്ട് ആണ്. അത് ശരിക്കും ഒരു ഷോർട്ട് ടേം ലോൺ ആണ്. അതുകൊണ്ടാണ് കറണ്ട് ലാബിലിറ്റി ആയിട്ട് ആ ഒരു എമൗണ്ട് വരുന്നത്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് എന്ത് ചെയ്യാം, കറണ്ട് ലാബിലിറ്റിയിൽ നിങ്ങൾക്ക് എഴുതാം. രണ്ടാമത്തത് ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ കൊടുക്കാനുള്ള ബില്ല്. സാധാരണ രീതിയിൽ നമ്മൾ സപ്ലയർക്കൊക്കെ നമ്മൾ കൊടുക്കാനുള്ള ക്യാഷ് ഒക്കെ ബിൽസ് പേയബിൾ എന്ന ഒരു അക്കൗണ്ടിലാണ് വരിക. ബിൽസ് പേയബിൾ, അക്കൗണ്ട്സ് പേയബിൾ എന്നൊക്കെ ഇതിനകത്ത് പറയും. ബിൽസ് പേയബിൾ എന്ന് മാത്രമല്ല, അക്കൗണ്ട്സ് പേയബിൾ അത് ഈ ഒരു ഏരിയയിലാണ് വരിക. അതല്ലെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ബിൽസ് പേയബിൾ, അക്കൗണ്ട്സ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇതിന്റെ എല്ലാം അർത്ഥം ഒന്ന് തന്നെയാണ്. കൊടുക്കാനുള്ള ക്യാഷ്. നമ്മൾ എവിടുന്നെങ്കിലും കടമായിട്ട് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൊടുക്കേണ്ട എമൗണ്ട് അല്ലേ. ചില ആളുകൾ ഒരു വർഷത്തിനുള്ളിൽ ഒന്നും കൊടുക്കൂല. പക്ഷെ ആക്ച്വലി എന്ത് ചെയ്യണം, ഒരു വർഷത്തിനുള്ളിൽ തന്നെ ശരിക്കും കൊടുക്കണം. അതുകൊണ്ട് അക്കൗണ്ട്സ് പേയബിൾ, ബിൽസ് പേയബിൾ, സൺഡേ ക്രെഡിറ്റേഴ്സ്, ഇതെല്ലാം എന്താണ്, കറണ്ട് ലാബിലിറ്റി. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോന്നാണ് പറയാം. സംഭവത്തിൽ ഇത് മൂന്നും ഒന്നാണെന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. പിന്നുള്ളത് ടാക്സ് പേയബിൾ. ടാക്സ് പേയബിൾ അതും കറണ്ട് ലാബിലിറ്റിയാണ്. ടാക്സ് പേയബിൾ കൊടുക്കാനുള്ള എമൗണ്ട്, ടാക്സ് പേയബിൾ.
പിന്നുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ട സമയമായിട്ടും കൊടുക്കാത്ത എമൗണ്ടിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയാം. ഉദാഹരണം, സാലറി കൊടുക്കേണ്ടതായിരുന്നു, കൊടുത്തിട്ടില്ല, പെൻഡിങ് ആണ്. ആ പെൻഡിങ് എമൗണ്ട് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയാം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്, ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് മീൻസ് സമയമായിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. ഇതിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയാം. സമയമായിട്ട് കൊടുക്കാത്ത എക്സ്പെൻസിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയാം. അതെന്താണ്? കറണ്ട് ലയബിലിറ്റി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കൊടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് അതെന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. സെറ്റായോ? പിന്നെ വരുന്നത് ഷോർട്ട് ടേം ലോണുകൾ. ഷോർട്ട് ടേം ലോൺ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന് താഴെ കാലാവധിയുള്ള ലോണുകൾ, അത് പെട്ടെന്ന് കൊടുക്കണം. അത് ഷോർട്ട് ടേം ലയബിലിറ്റി ആണ്. അത് വ്യക്തികളുടെ അടുത്ത് നിന്ന് വാങ്ങുന്നതാകാം, ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങുന്നതാകാം, ചെറിയ ചെറിയ ഓർഗനൈസേഷനിലെ അടുത്ത് നിന്ന് വാങ്ങുന്നതാകാം. ഇതെല്ലാം എന്താണ്? ഷോർട്ട് ടേം ലയബിലിറ്റി ആയിട്ടാണ് നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ? ഇനി ഈ പറയുന്ന ഒരുപാടുണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. വിശദമായിട്ട് പറയില്ല, നമ്മൾ അങ്ങനെ തന്നെ ഒരു ടോപ്പിക് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഈ 2-3 കാര്യങ്ങൾ എഴുതി വെക്കാം, മനസ്സിലാവാൻ വേണ്ടി എന്താണ് കറണ്ട് ലയബിലിറ്റി എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റല്, ലോങ് ടേം ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി. ഇനി അതേപോലെ ഇവിടെ വരുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. ഇതിന്റെ ഒക്കെ ബാക്കി വരുന്ന ഒരു എമൗണ്ട് നെറ്റ് പ്രോഫിറ്റ്. ഇതാണ് നമ്മുടെ ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. സെറ്റ് അല്ലേ? അപ്പൊ ക്യാപിറ്റൽ എഴുതുമ്പോൾ ഇനി ഇവിടെ കുറെ സാധനങ്ങൾ വരാനുണ്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഈ സാധനങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാനും കൂട്ടാനും കുറക്കാനൊക്കെ വരും. അത് ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പൊ തൽക്കാലം ഈ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്യാം, നിങ്ങളുടെ മനസ്സിനകത്ത് എന്ത് ചെയ്യാം, കയറ്റി വെക്കാം. പിന്നെ ഓരോന്നോരോന്ന് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു വരാം. ഇനി അസറ്റ് സൈഡിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് ഫിക്സഡ് അസറ്റ് 1, 2, 3 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഓരോന്നോരോന്ന് എടുത്ത് എഴുതാം. 1, 2 എന്നുള്ള രീതിയിൽ ഓരോ അസറ്റുകളും നമ്മൾ എടുത്ത് എഴുതാം. എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എഴുതാം ലാൻഡ്, ഫേർണിച്ചർ, ബിൽഡിങ്, മെഷീനറി, വെഹിക്കിള്, കമ്പ്യൂട്ടർ, ഇങ്ങനെ എന്തോ ആകാം, പ്രിന്റർ, ഓഫീസിലെ മറ്റുള്ള സാധനങ്ങൾ, എന്നെന്തോ ആകാം. ഇതൊക്കെ ഫിക്സഡ് ആയിട്ട്, ഫിക്സഡ് ഇൻ നേച്ചർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിന് 1 ഇയറിന്റെ മുകളിലേക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനത്തിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് ഫിക്സഡ് അസറ്റ് ആണ്. അതിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഒരു ഫിക്സഡ് അസറ്റിന് എന്ത് ചെയ്യാം, ഇതിന് ടോട്ടൽ ചെയ്തിട്ട് ഈ ഒരു എമൗണ്ട് ഇവിടെ എഴുതാം. രണ്ടാമത്തത് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് നമ്മൾ എന്ത് ചെയ്യാം, 1, 2, 3 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, കറണ്ട് അസറ്റ് എടുത്ത് എഴുതാം. കറണ്ട് അസറ്റിന് എക്സാമ്പിൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, അത് കറണ്ട് അസറ്റ് ആണ്. പിന്നുള്ളത് ക്യാഷ് അറ്റ് ബാങ്ക്. ബാങ്കിലുള്ള ക്യാഷ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിലുള്ള ക്യാഷ്. ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിലുള്ള ക്യാഷ്. പിന്നെ ബിൽസ് റിസീവബിൾ, കിട്ടാനുള്ള ക്യാഷ്. ബിൽസ് റിസീവബിൾ, കിട്ടാനുള്ള ക്യാഷ്, അത് അസറ്റ് ആണ്. ബിൽസ് റിസീവബിൾ, അക്കൗണ്ട്സ് റിസീവബിൾ, സൺട്രി ഡെപ്റ്റേഴ്സ്, ഇത് മൂന്നും ഒന്നാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ബിൽസ് റിസീവബിൾ, കിട്ടാനുള്ള ക്യാഷ്. അക്കൗണ്ട് റിസീവബിൾ, കിട്ടാനുള്ള അക്കൗണ്ട്, അതായത് കിട്ടാനുള്ള ക്യാഷ്. സൺട്രി ഡെപ്റ്റേഴ്സ്, കടമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയ ആളുകൾ, ആ എമൗണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ളതാ. അതെന്താണ്, നമ്മുടെ കറണ്ട് അസറ്റ് ആയിട്ട് വരും. പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ അസറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെറിയ ചെറിയ രീതിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വരുന്നത് കറണ്ട് അസറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ഇങ്ങനെ മനസ്സിലാക്കി പോവാം. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ
ലാബിലിറ്റിന്റെ ഭാഗത്ത് വരും. ഇനി നെറ്റ് ലോസ് ആണെങ്കിലോ, നെറ്റ് ലോസ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ഇത് വരിക. ഓക്കെ, ഈ നമ്മൾ രണ്ട് ഭാഗത്തും ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഭാഗത്തും ഒന്ന് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം, നമ്മുടെ ബാലൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് നമ്മുടെ അക്കൗണ്ട് ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റുക. ക്ലിയർ ആയോ? ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. ഇതെല്ലാവരും എഴുതി വെച്ചാണ് പെട്ടെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോന്ന് വിചാരിക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? എല്ലാരും എഴുതിയിട്ടില്ലേ? ഫോർമാറ്റ് അടിച്ചു വെച്ചില്ലേ? വരച്ചോ? വരച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഇതിന്റെ ബേസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം ഒന്ന് കൈയോടെ എഴുതി വെക്കാം. ഇനി തരുന്ന ഈ പ്രോബ്ലത്തിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അതിന്റെ ബാലൻസ് വെച്ചിട്ട് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സെറ്റാണ്. അപ്പൊ എഴുതിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് ഒരു ട്രയൽ ബാലൻസ് ആണ്. നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് ട്രയൽ ബാലൻസ്. ഈ ട്രയൽ ബാലൻസിന്റെ ബേസിൽ എന്ത് ചെയ്യണം, ഫുള്ള് അക്കൗണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പം 31 ഡിസംബർ 2025 ട്രയൽ ബാലൻസ് ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് എഴുതി വെച്ചോളൂ. 31 ഡിസംബർ 2025 ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിന്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നോരോന്നും ഇങ്ങനെ എഴുതി പോവാം. ഞാൻ എമൗണ്ട് മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ നിങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് നോട്ട് എഴുതി പോവാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? നിങ്ങൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ, കുറെ ആൾക്കാർ എവിടേക്കോ ഉള്ളത്. ഇവിടെ അല്ലേ മനുഷ്യന്മാരെ? ഇവിടെ അല്ലേ? ഹലോ ഹലോ ഹലോ, മറക്കോ? മതിയായോ? ബാക്കി നാളെ നോക്കണോ? മതിയാണോ? ബൈക്ക് വീട്ടേനു. ഓക്കെ, ഞാൻ നിങ്ങൾ എല്ലാരും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചു. ഓക്കെ, ഇനി എഴുതിക്കോളൂ. ആ, ഓപ്പണിംഗ് സ്റ്റോക്ക് 30,500. ഓപ്പണിംഗ് സ്റ്റോക്ക് 30,500. സെയിൽസ് 55,300. സെയിൽസ് 55,300. പർച്ചേസ് 21,300. 21,300. സെയിൽസ് റിട്ടേൺ 3,200. സെയിൽസ് റിട്ടേൺ 3,200. പർച്ചേസ് റിട്ടേൺ 2,300. പർച്ചേസ് റിട്ടേൺ 2,300. വേജ് 2,000. ബ്രാക്കറ്റിൽ പർച്ചേസ് എഴുതിക്കോളൂ കേട്ടോ, പർച്ചേസുമായി ബന്ധപ്പെട്ട വേജ് ആണ് 2,000. കാരേജ് ഇൻവാർഡ് 500. കാരേജ് ഇൻവാർഡ് 500. കാരേജ് ഇൻവാർഡ് 500. റെന്റ് റിസീവ്ഡ് 300. റെന്റ് റിസീവ്ഡ് 300. റെന്റ് റിസീവ്ഡ് 300. പ്ലാന്റ് ആൻഡ് മെഷീനറി 15,000. പ്ലാന്റ് ആൻഡ് മെഷീനറി 15,000. ഓഡിറ്റ് ഫീ 1,000.
ഓഡിറ്റ് ഫീ, കമ്പനിയുടെ ഫയലുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള ഫീസ്, അതാണ് ഓഡിറ്റ് ഫീ 1000. കമ്മീഷൻ റിസീവ്ഡ് 300. കമ്മീഷൻ റിസീവ്ഡ് 300. കമ്മീഷൻ റിസീവ്ഡ് 300. ക്യാഷ് ഇൻ ഹാൻഡ് 2700. ക്യാഷ് ഇൻ ഹാൻഡ് 2700. ക്യാഷ് ഇൻ ഹാൻഡ് 2700. ക്യാഷ് അറ്റ് ബാങ്ക് 12350. ക്യാഷ് അറ്റ് ബാങ്ക് 12350. ക്യാഷ് അറ്റ് ബാങ്ക് 12350. റിപ്പയറിംഗ് ചാർജ് 250. റിപ്പയറിംഗ് ചാർജ് 250. അതായത് ബിൽഡിംഗ് മെഷീനറി എന്തെങ്കിലും റിപ്പയർ ചെയ്യുന്ന ചാർജാണ് 250 വരുന്നത്. ഡിസ്കൗണ്ട് അലൗഡ് 500. ഡിസ്കൗണ്ട് അലൗഡ് 500. ഡിസ്കൗണ്ട് അലൗഡ് 500. ഡിസ്കൗണ്ട് റിസീവ്ഡ് 700. ഡിസ്കൗണ്ട് റിസീവ്ഡ് 700. ഡിസ്കൗണ്ട് റിസീവ്ഡ് 700. ട്രാവലിംഗ് എക്സ്പെൻസ് 250. ട്രാവലിംഗ് എക്സ്പെൻസ് 250. ട്രാവലിംഗ് എക്സ്പെൻസ് 250. ട്രാവലിംഗ് എക്സ്പെൻസ് 250. ഇൻവെസ്റ്റ്മെന്റ് 25000. ഇൻവെസ്റ്റ്മെന്റ് 25000. 25,000. ഇൻവെസ്റ്റ്മെന്റ് 25,000. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 2500. 2500. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 2500. Then sundry debtors 17,000. 17,000. Sundry debtors 17,000. 17,000. Sundry creditors 12,000. Sundry creditors 12,000. Sundry creditors 12,000. Drawing 3,000. Drawing, personal drawing ആണ്. Drawing 3,000. പേഴ്സണൽ ആയിട്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് വലിച്ചു 3,000. മാനുഫാക്ചറിങ് ചാർജ് 1450. 1450. മാനുഫാക്ചറിങ് ചാർജ് 1450. ദെൻ ക്യാപിറ്റൽ 62. ആരെ? മാനുഫാക്ചറിംഗ് ചാർജ് എത്ര പറഞ്ഞ? 1450. 1450. സ്ക്രീൻ കാണുന്നില്ലല്ലോ. സ്ക്രീനിൽ ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ല, ഞാൻ പറയാണ്, നിങ്ങൾ ഉറങ്ങാൻ നേരിച്ചിട്ട് പറയണം. ക്യാപിറ്റൽ 62,600. ക്യാപിറ്റൽ 62,600. ക്യാപിറ്റൽ 62,600. 62,600. ലാസ്റ്റ് വൺ ക്ലോസിംഗ് സ്റ്റോക്ക് 33,300. ക്ലോസിംഗ് സ്റ്റോക്ക് 33,300. ഇതിന്റെ ബേസിൽ പിന്നെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓഡിറ്റ് ഫീക്ക് ശേഷം കമ്മീഷൻ റിസീവ്ഡ് ആയിരുന്നില്ലേ? എന്തായിരുന്നു? ഓഡിറ്റ് ഫീ കമ്മീഷൻ റിസീവ്ഡ് 300. അതെ, കമ്മീഷൻ റിസീവ്ഡ് 300. ഓക്കെ. അപ്പൊ ഈ കിട്ടിയതിന്റെ ബേസിൽ ഏറ്റവും ബേസ് ആയ പ്രോബ്ലം, അതിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ കൺഫ്യൂഷനിലേക്ക് അഡ്ജസ്റ്റ്മെന്റ്സിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ ചെയ്ത് പോണേ, എന്നാലേ ആ കൺഫ്യൂഷൻ ഇല്ലാണ്ടാവുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലം കൊണ്ട് എങ്ങനെ
പ്ലാന്റ് ആൻഡ് മെഷീനറി 15,000. അപ്പൊ ചെറിയ പ്ലാന്റ് ആൻഡ് പ്രോബ്ലം മെഷീനറി എത്രയാണ് പറഞ്ഞത്? പറ്റുന്നു, അങ്ങനെ ആ ഒരു 15 രീതിയിൽ മൈനസ് ആക്കി എല്ലാവരും ചെയ്ത് വേണം പോവാൻ വേണ്ടിയിട്ട്. അപ്പോഴേ വിചാരിച്ച പോലെ കിട്ടും. കാരണം ഇതിന്റെ ബേസിൽ നമ്മൾ പതുക്കെ പതുക്കെ ഇതിനകത്തേക്ക് നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, അൺഏൺഡ് ഇൻകം, പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, പിന്നെ കുറെ സാധനങ്ങൾ, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, തീ കത്തി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സാധനം കട്ടുപോയാൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കുറെ അഡ്ജസ്റ്റ്മെന്റ്സുകൾ ഇതിനിടയിൽ ഇങ്ങനെ കയറ്റും. നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞതായിരിക്കും, അതിനുശേഷമായിരിക്കും കള്ളം കട്ടുകൊണ്ട് പോകുന്നത്. അപ്പൊ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. പിന്നെ ചില സമയത്ത് ഇപ്പോ കത്തിപ്പോ ഇന്നലെ നമ്മുടെ നാട്ടിനകത്ത് വലിയൊരു ഇതുണ്ടല്ലേ, തീപിടുത്തം കണ്ടില്ലേ ഇന്ന് കീശ്ശേരി കണ്ടില്ലേ, ഒരു വലിയ തീപിടുത്തം ഉണ്ട്, പത്രത്തിലും കണ്ടില്ലായിരുന്നോ, അതൊന്നായിട്ട് കത്തിപ്പോയ. അപ്പൊ ഓൾറെഡി അവരെ അക്കൗണ്ട്സ് ഒക്കെ കറക്റ്റ് ചെയ്തു പോയ ആളുകളാണെങ്കിൽ ഈ സംഭവം കത്തി കഴിഞ്ഞാൽ അതിനെങ്ങനെ അക്കൗണ്ട് ചെയ്യണം, കള്ളം കട്ടുകൊണ്ട് പോലെ അതിനെ അക്കൗണ്ട് ചെയ്യണം, കിട്ടാത്ത പൈസ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, ബാഡ് ഡെപ്റ്റ് ആയി കഴിഞ്ഞാൽ അതിനെ അക്കൗണ്ട് ചെയ്യണം, പ്രൊവിഷൻ വെച്ച് കഴിഞ്ഞാൽ അതിനെ, ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്. അപ്പം ഈ സാധനം സെറ്റ് ആയി കഴിഞ്ഞാലാണ് അഡ്ജസ്റ്റ്മെന്റുകൾ റെഡി ആവുള്ളൂ, ഇല്ലെങ്കിൽ ടാലി ആവില്ല. അതുകൊണ്ട് ഇതൊക്കെ അറിയാന്നുള്ള മെന്റാലിറ്റിയോട് കൂടെ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് വിശദമായിട്ട് എന്ത് ചെയ്യണം, ഇതേക്കുറിച്ച് പഠിച്ച് ചെയ്യണം. അപ്പം ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ കാര്യങ്ങൾ ചെയ്യാം, വൃത്തിയിൽ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രോബ്ലം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അസൈൻമെന്റ് ആക്കി തരാം. ഞാൻ പരമാവധി അസൈൻമെന്റുകൾ ചുരുക്കാണ്, കുറെ പ്രോബ്ലം ഉണ്ട്, ഓവർ ബേർഡൻ തലയൊക്കെ ഇടുന്നില്ല. അതിനുശേഷം നമ്മൾ പതുക്കെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയിലേക്ക് പോകും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സർ, ഈ റിപ്പയറിംഗ് ചാർജസ്